ഇസ്രായേൽ ഈജിപ്ത് അതിർത്തിയിലെ നെഗേവ് മരുഭൂമിയിലുള്ള നിറ്റ്സാന നാഷണൽ പാർക്കിൽ നിന്ന് 1400 വർഷം പഴക്കമുള്ള അതിപുരാതനമായ ക്രൈസ്തവ ദേവാലയം പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. വർണ്ണാഭമായ മൊസൈക് തറകളോടുകൂടിയ ഈ ദേവാലയം ബൈസന്റൈൻ കാലഘട്ടത്തിലെ നിർമ്മാണ വൈഭവത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബെൻ ഗുരിയൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ യാന തക്കുവെറ്റ്സിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കണ്ടെത്തലിനു പിന്നിൽ. ഒരു നൂറ്റാണ്ട് മുൻപ് പ്രശസ്ത ബ്രിട്ടീഷ് പര്യവേഷകരായ ലോറൻസ് ഓഫ് അറേബ്യയും ലിയനോഡ് വൂളയും ഈ പ്രദേശത്ത് പര്യവേഷണം നടത്തിയിരുന്നു. അന്നവർ കണ്ടുപിടിച്ച പള്ളിയുടെ പ്ലാനുകളും കുറിപ്പുകളും ആധുനിക GIS സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിച്ചാണ് ഗവേഷകർ ഈ പള്ളിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയത്. ഓട്ടോമൻ ഭരണകാലത്ത് സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിച്ചപ്പോൾ ഈ പള്ളിക്ക് ഭാഗികമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. നിറ്റ്സാന വെറുമൊരു ഗ്രാമമായിരുന്നില്ല, മറിച്ച് വിശുദ്ധ നാട്ടിൽ നിന്ന് ഈജിപ്തിലെ സീനായിലുള്ള സെന്റ് കാതറിൻ മൊണാസ്ട്രിയിലേക്കും സീനായ് മലയിലേക്കും പോയിരുന്ന തീർത്ഥാടകരുടെ പ്രധാന വിശ്രമ കേന്ദ്രമായിരുന്നു. നിറ്റ്സാനയിൽ നിന്ന് കണ്ടെത്തുന്ന 6ാമത്തെ ദേവാലയമാണിത്. വെറും 2000 നിവാസികൾ മാത്രമുള്ള ഗ്രാമത്തിൽ ഇത്രയധികം പള്ളികൾ പണിയാൻ കാരണം അവിടെ എത്തിയിരുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരായിരുന്നു. ഇതുവരെ കണ്ടെത്തിയ പള്ളികളിൽ വെച്ച് ഏറ്റവും മനോഹരമായത് ഇതാണെന്ന് ഗവേഷകർ പറയുന്നു. ജാമിതീയ രൂപങ്ങളും പൂക്കളും മെഡാലിനുകളും ആലേഖനം ചെയ്ത മൊസൈക് തറകൾ ഇന്നും കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നു. പള്ളിയുടെ തറയിൽ കാണപ്പെട്ട ഒരു ലിഖിതത്തിൽ നിന്ന് AD 601 ഇതിന്റെ നിർമ്മാണം പൂർത്തിയായതെന്ന് വ്യക്തമായി. സിറിയയിലെ ഹോംസിൽ നിന്നെത്തിയ സെർജിയാസ് എന്ന ധനികനാണ് ഇത് പണിയാൻ സഹായിച്ചത്. പള്ളിയുടെ ചുവരുകളിൽ ജോർജിയ, അർമേനിയ തുടങ്ങിയ വിദൂര ദേശങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകർ തങ്ങളുടെ പേരുകളും പ്രാർത്ഥനകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1930കളിൽ ഇവിടെ നിന്ന് കണ്ടെത്തിയ പാപ്പിറസ് രേഖകളിൽ അക്കാലത്തെ നികുതികൾ, സൈനിക കാര്യങ്ങൾ, സഭാ നടപടികൾ എന്നിവയെക്കുറിച്ച് വിശദമായ വിവരങ്ങളുണ്ട്. AD 638 ഇസ്ലാമിക അധിനിവേശത്തിനു ശേഷവും നിറ്റ്സാന ഒരു തീർത്ഥാടന കേന്ദ്രമായി തുടർന്നു. എന്നാൽ ഏകദേശം 150 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധനാട് ക്രിസ്തീയ ലോകത്തു നിന്ന് ഒറ്റപ്പെട്ടതോടെ തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു. 9ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ പ്രദേശം പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെടുകയും മണലിൽ മറയുകയും ചെയ്തു. വരും നാളുകളിൽ പള്ളിയോട് ചേർന്നുള്ള സന്യാസ ആശ്രമങ്ങളെക്കുറിച്ചും കൂടുതൽ മുറികളെക്കുറിച്ചും പഠനം നടത്താനാണ് പുരാവസ്തു വകുപ്പിന്റെ തീരുമാനം.